അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ ബനി ആദം, ഓ മനുഷ്യജനങ്ങളെ, മനുഷ്യരെ, ജിന്നുകളെ, മൃഗങ്ങളെ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ, ഇങ്ങനെയൊന്നുമല്ല വിളിക്കുന്നത്. യാ ബനി ആദം, ഓ മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നമ്മൾ വസ്ത്രത്തെ ഇറക്കി തന്നിട്ടുണ്ട്. വസ്ത്രത്തെ ഇറക്കി തന്നിട്ടുണ്ട്. എന്തിനാണ് വസ്ത്രം ഇറക്കി തരുന്നത്? യുവാരി സൗആത്തിക്കും, നിങ്ങളെ നഗ്നത മറക്കാൻ വേണ്ടി നിങ്ങൾക്ക് വസ്ത്രത്തെ ഇറക്കി തന്നിട്ടുണ്ട്. വരീഷ, സമ്പത്തിനെയും ഇറക്കി തന്നിട്ടുണ്ട്. വലിബാസു തഖ്വ, ലജ്ജയാകുന്ന വസ്ത്രമാണ് ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമം എന്ന് അള്ളാഹു പറയാണ്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, വസ്ത്രം ഇറക്കി തന്നു എന്നെങ്ങനെ പറഞ്ഞത്? വസ്ത്രം എവിടെ ഇറക്കിയത് എന്ന് അത് പറയുന്നു. വസ്ത്രമുണ്ടാക്കാനുള്ള എല്ലാത്തിനും കാരണം അൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് ആകാശത്തിൽ നിന്ന് വരുന്നത്. ഈ ബറക്കത്താക്കപ്പെട്ട വെള്ളം വരുന്നത് കൊണ്ടാണ് പരുത്തിയുണ്ടാകുന്നത്, അത് മുഖേനയാണ് പഞ്ഞിയുണ്ടാകുന്നത്. അതുപോലെ തന്നെ വസ്ത്രമുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാകുന്നത് മഴ കാരണമാണ്. ചെമ്മരിയാടിന്റെ രോമം അത് സസ്യപ്പുക്കാണ്, അത് കഴിച്ചിട്ടാണ് അത് ഉണ്ടാകുന്നത്. എത്രത്തോളം ഖുർആൻ അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നമ്മൾ ഇറക്കി തന്നു എന്ന് പറഞ്ഞത് ഇരുമ്പ് എങ്ങനെ ആകാശത്ത് നിന്ന് ഇറക്കിയതാണോ? ഇരുമ്പ് ഉണ്ടാക്കാനുള്ള അതിന്റെ മൂലധാതുവായ അതും മഴവെള്ളമാണ്. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ആകാശത്തിൽ നിന്ന് ഇറക്കുന്നത്. മാഉൻ മുബാറക്, ബർക്കത്താക്കപ്പെട്ട വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ പെട്രോള്, ഫ്യൂൾ, മറ്റു വസ്തുക്കളൊക്കെ എല്ലാത്തിന്റെയും അസില് ഈ മഴവെള്ളമാണ്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തന്നിരിക്കുകയാണ്. യുവാരി സൗആത്തിക്കും, നിങ്ങളെ നഗ്നത മറക്കാൻ, നിങ്ങളുടെ നാണം മറക്കാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മൾ വസ്ത്രം ഇറക്കി തന്നിരിക്കുകയാണ്. വരീഷ, സമ്പത്തു നമ്മൾ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. വലിബാസു തഖ്വ ദാലിക ഖൈർ, ലജ്ജ എന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി തരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ പറഞ്ഞു വന്നത്, നാണം മറക്കാൻ, വെളിവാക്കാൻ കൊള്ളാത്ത ഭാഗങ്ങൾ മറക്കാനാണ് അല്ലാഹു തആല വസ്ത്രം ഇറക്കി തന്നത്, വസ്ത്രം എന്ന സംവിധാനം ഉണ്ടാക്കിയത് എന്നാണ് ഖുർആനിൽ ഈ പറയുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ അൽബസ് മിന സിയാബ്, വസ്ത്രത്തിൽ നിന്ന് ഞാൻ എന്താണ് ധരിക്കേണ്ടത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാലാ യസ്ദരീക സുഫഹാഉ വലാ യഈബുകൽ ഹുകമാഉ, വിഡ്ഢികൾ നിന്നെ നിസ്സാരമാക്കാത്ത, ബുദ്ധിമാന്മാര് നിന്നെ തരം താഴ്ത്താത്ത നല്ല വസ്ത്രമാണ് നീ ധരിക്കേണ്ടത്. മാന്യമായ വസ്ത്രം, കണ്ടാൽ അയ്യേ എന്ന് പറയാത്ത വസ്ത്രമാണ് നീ ധരിക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് യൂണിഫോം ഒക്കെ വെക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യൂണിഫോം പാസ്സാക്കിയിട്ടുണ്ട്. അഥവാ ശിരോവസ്ത്രം, തലയിൽ മുണ്ടിട. തല എന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് ഔറത്താണ്. അടിമ സ്ത്രീകൾക്ക് തല ഔറത്തല്ല, നഗ്നതയല്ല. അടിമ സ്ത്രീകൾ യഥേഷ്ടം പുറത്തിറങ്ങുന്നവരാണ്, പണിയെടുക്കുന്നവരാണ്. അവരും തലയിൽ മുണ്ടിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കർശനമായ വിലക്കി. അടിമ പെണ്ണുങ്ങൾ തല മറക്കാൻ പാടില്ല, അടിമ പെണ്ണുങ്ങൾ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു, പിന്നെ അടിക്കുക പോലും ചെയ്തു. ലാ തശബ്ബഹ്ന ബിൽ ഹറായിർ, നിങ്ങൾ സ്വതന്ത്ര സ്ത്രീകളെ പോലെ ആവാൻ നിൽക്കരുത്, നിങ്ങൾ അടിമ സ്ത്രീകളാണ്.
അപ്പോൾ നിങ്ങൾ ഒരു ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടാക്കരുത്, ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ യൂണിഫോം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ഒരു സംവിധാനത്തിന്റെ ഭരണാധികാരികൾക്ക്, സ്ഥാപനത്തിന്റെ ഭരണാധികാരികൾക്ക് യൂണിഫോം ഒക്കെ പാസ്സാക്കാം. പക്ഷെ യൂണിഫോം നിലനിർത്തിക്കൊണ്ട് അതേ കളറുകളുള്ളതോ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അതേ കളറിലുള്ള ഒരു തട്ടമിടുന്നത് കൊണ്ട്, തലയിൽ ഒരു മുണ്ടിടുന്നത് കൊണ്ട് അതെങ്ങനെ യൂണിഫോമിന് എതിരാകുക? അത് അവരുടെ മതത്തിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഒക്കെ കാലിൽ സോക്സ് ഇട്ട് വന്ന് യൂണിഫോമിന്റെ അതൊക്കെ ഇട്ട് അതിന്റെ പുറമെ കാലിൽ സോക്സ് ഇട്ട്, കാലിൽ സോക്സ് ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? യൂണിഫോമും സിയാദത്താണ്. അതിനപ്പുറം ഒരല്പം വസ്ത്രം ധരിച്ചു, അത് കാലിൽ ചിലപ്പം സോക്സ് ഇടും. ചില പ്രത്യേക സാഹചര്യത്തിൽ കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടി വരും. കൊറോണ സമയത്ത് നമ്മളൊക്കെ മാസ്ക് ഇട്ടിരുന്നു. ഇപ്പോ ഇവിടെ ഈ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങളല്ലാത്ത ഉത്തരേന്ത്യയിലെ ചില സ്ത്രീകളും തലമറക്കുന്നുണ്ട്. ശബരിമല മണ്ഡലകാലം വരുമ്പോ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് കറുത്ത തുണിയും ഷാളും ഇട്ടിട്ട് നമ്മുടെ അതേ ബെഞ്ചിൽ തന്നെ അമുസ്ലിം കുട്ടികളും ഇരിക്കാറുണ്ട്. ആർക്കും അതൊന്നും പ്രശ്നമില്ല. അത് അവരുടെ വൃഥാകാലമാണ്. ശബരിമലയിലേക്ക് പോകുന്നതിന്റെ മുമ്പുള്ള വൃതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അത് അവർ ധരിക്കും. അവരങ്ങനെ ക്ലാസ്സിൽ വന്നിരിക്കും. മുസ്ലിം കുട്ടികൾ തലയിൽ മുണ്ടിട്ട് വന്നിരിക്കും. ആരും ഒന്നും പറയാറില്ല. പക്ഷേ ഇവിടെ ഇപ്പൊ സോക്സ് ഇട്ട് വന്നാൽ എതിർപ്പില്ലല്ലോ. ഇവിടെ ഈ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, എലക്ഷൻ വരുമ്പോഴേക്ക് ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വസ്ത്രത്തിന്റെ പേരിൽ ജനങ്ങളെ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടാണ് ബീഫ് നിരോധം പാസാക്കിയത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആരാധിക്കുന്നതാണ് മത്സ്യം, ഇനി ആരും മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? എന്താ ചെയ്യുക? മത്സ്യ ദേവത, അത് ഞങ്ങളുടെ ദൈവമാണ്, ആരും അതിനെ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? അവരാരാധിക്കുന്ന പശുവിനെ നമ്മൾ അറക്കരുത്, അവരാരാധിക്കുന്ന ജീവിയെ നമ്മൾ തുടരുത്. അത് ന്യായാണ്. തീയിനെ ആരാധിക്കുന്നവർ പറയാണ്, തീയ് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളെ ദൈവമാണ്, അഗ്നിദേവതയാണ്, ആരും അത് കെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഓന്റെ പേരെ കത്തുമ്പോ കെടുത്തണ്ട. പക്ഷെ മറ്റു ഉള്ളവർക്ക് തീ കെടുത്തരുത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോ പറഞ്ഞു വന്നതൊന്നും ലോജിക് ഉള്ളതല്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഇതാണ് പറഞ്ഞത്. മഹദിയായ സൗദ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പ്രമുഖയാണ് സൗദ ബീവി. ആ സൗദ ബീവി നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഉംറക്ക് വേണ്ടിയിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഹത്താ ഉഖ്രിജത് ജനാസതുഹാ ഫീ സമനി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് വീട്ടിൽ നിന്ന് ജനാസ പുറത്തിറക്കുന്നത് വരെ സൗദ ബീവി ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചോദിച്ചു, ലിമല തഴ്ത്തമിരീന വലിമല തഹിജീന, നിങ്ങൾക്കെന്താ ഉംറക്ക് പോകണ്ടേ, നിങ്ങൾക്കെന്താ ഹജ്ജിന് പോകണ്ടേ? ഞങ്ങളോട് പറഞ്ഞത്, റസൂലിന്റെ ഭാര്യമാരായ ഞങ്ങളോട് പറഞ്ഞത്, വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കൂടണം എന്നാണ് റസൂലിന്റെ ഭാര്യമാരോട് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അതൊന്നിനും ഞാനില്ല. ജനാസ പുറത്തേക്ക് എടുക്കുന്നത് വരെ സൗദ ബീവി റൂമിന്റെ വാതിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ശരീരം മറക്കുക എന്നത് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്ന് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ ദീന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.